ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സീതാലബ്ധിക്ക് ശേഷം ജനകപത്നി ഒരു പുത്രിയെ പ്രസവിച്ചു. അവൾക്ക് ഊർമിള എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ജനകന്റെ അനുജനായ കുശധ്വജന് മാണ്ഡവി എന്നും ശ്രുതകീർത്തി എന്നും 2 പുത്രിമാരുണ്ട്. അവർ 4 പേരും ഒരിക്കലും വേർപിരിയാത്ത സഹോദരിമാരായി 4 മനോഹര മയിൽപേടകളെ പോലെ അന്തഃപുര മലർവാടിയിൽ ആടിക്കളിച്ച് ഉല്ലസിച്ചു വന്നു. മിഥിലയിൽ എത്തിയ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരും ഒരുമിച്ച് രാജകൊട്ടാരത്തിനടുത്തുള്ള ശതാനന്ദന്റെ ആശ്രമത്തിൽ വിശ്രമിച്ചു. സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള 2 രാജകുമാരന്മാരുമായിട്ട് കൗശികൻ തന്റെ രാജധാനിക്കടുത്ത് വന്ന് വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ് ജനകൻ മന്ത്രിമാരോടും കൂടി അവിടെ ചെന്ന് അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വിശ്വാമിത്രനും ജനകനും തമ്മിൽ സീതാപരിണയത്തെക്കുറിച്ചും സംസാരിക്കുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, ചാപയാഗം നടക്കുന്നു എന്ന് കേട്ട് സിദ്ധാശ്രമത്തിൽ നിന്നും ചില മഹർഷികൾ ഇങ്ങോട്ട് പുറപ്പെടുന്നത് കണ്ട് ഞങ്ങളും അവരുടെ കൂടെ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ജനകൻ പറയുകയാണ്, പല രാജാക്കന്മാരും ഇവിടെ വന്ന് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ചിലർക്ക് അംഗഭംഗങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസാധ്യമായ പന്തയം വെച്ചതിന് ചില രാജാക്കന്മാർ എന്നോട് യുദ്ധത്തിന് പോലും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അസാധ്യമായ പന്തയത്തിൽ നിന്നും പിന്മാറി യോഗ്യനായ ഒരു രാജകുമാരനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചുകൂടെ എന്ന് വിശ്വാമിത്രൻ ചോദിച്ചപ്പോൾ ജനകൻ പറയുകയാണ്, അവിടുന്ന് കൽപ്പിച്ചരുളിയത് ശരിയാണ്. പക്ഷെ സത്യലംഘനം ചെയ്യാനുള്ള മടി കൊണ്ട് എനിക്കത് സാധ്യമല്ല. ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന രാജകുമാരനല്ലാതെ എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുകയില്ലെന്ന് സത്യം ചെയ്തു പോയി. ആ സത്യത്തെ ഞാൻ എങ്ങനെ ലംഘിക്കും? അപ്പോൾ സീതയെ പാണിഗ്രഹണം ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജാക്കന്മാരും ഇങ്ങനെ മുമ്പോട്ട് വന്ന് എന്നെ ഞെരുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പന്തയം ശപഥം ചെയ്തത്. ത്രയംബകം എന്ന ഈ വില്ല് നിമി ചക്രവർത്തിയുടെ പരമ്പരയിൽപ്പെട്ടവനും എൻ്റെ പൂർവികനുമായ ദേവരാതൻ എന്ന രാജപുങ്കുവന് അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ട് പ്രസാദിച്ച് പരമശിവൻ സമ്മാനിച്ചതാണ്. അപ്പോൾ മൃത്യുഞ്ജയദത്തമായ ആ ശരാസനത്തില് ഭഗവത് സാന്നിധ്യമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം അത് ഈ രാജധാനിയിൽ കൊണ്ടുവന്ന് നിത്യവും പൂജിച്ചുകൊണ്ടിരുന്നു. ത്രിപുരന്മാരുമായി സമരം ചെയ്യാൻ അമരന്മാരുണ്ടാക്കി പരമശിവന് കാഴ്ചവെച്ച വില്ലാണിത്. രാമകുമാരന് ഈ വില്ലൊന്ന് കുലയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈശ്വര, ഞാൻ അത്ര ഭാഗ്യവാനാണോ? എൻ്റെ മകൾക്ക് അതിന് യോഗം സിദ്ധിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജനകൻ നെടുവീർപ്പിടുകയാണ്. ഈ സമയം കൊട്ടാരത്തിന് പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്ന രാമലക്ഷ്മണന്മാരെ മട്ടുപ്പാവിൽ നിന്നിരുന്ന സീതയും ഊർമിളയും കണ്ടു. പരസ്പരം രാമനും സീതയും കണ്ടു, ലക്ഷ്മണനും ഊർമിളയും കണ്ടു. അടുത്ത ദിവസം ചാപപ്രദർശനത്തിനും അതേ തുടർന്നുള്ള യാഗത്തിനും വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. അന്നും അനവധി രാജാക്കന്മാർ വന്നിരുന്നു സീതയെ മോഹിച്ച്. അതുപോലെ സാമന്തരും പ്രഭുക്കളും നാടുവാഴികളും കാണികളും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനാവലികളാലും വിശാലമായ പ്രദർശനശാല ജനനിബിഡമായി. ശൈവ ധനുസ് 8 ചക്രങ്ങളുള്ള ഒരു ഇരുമ്പ് പേടകത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അവിടെ നിന്നും അത് പ്രദർശനശാലയിലേക്ക് കൊണ്ടുവന്ന ബഹളം കേട്ട് ആളുകളുടെ ദൃഷ്ടികൾ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ബഹുശതം വാഹകന്മാർ ചേർന്ന് അത് വലിച്ച് പ്രദർശനശാലയുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവന്ന് മണ്ഡപത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പുരോഹിതന്മാരും വേദിയാരും ചേർന്നത് വിധിപ്രകാരം പൂജിച്ചു. മത്സരത്തിനുള്ള സമയമായി. രാജാക്കന്മാർ പലരും വന്ന് വില്ലെടുത്ത് പൊക്കാൻ നോക്കി, അനങ്ങുന്നില്ല. ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വില്ലിന്റെ നടുക്കത്താൽ അവർ ദൂരെ തെറിച്ചു വീഴുക വരെ ചെയ്തു. ഈ സമയം വിശ്വാമിത്രൻ രാജകുമാരന്റെ നേർക്ക് സാകൂതം ഒന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ മനോഗതം ദാശരഥിക്ക് മനസ്സിലായി. അദ്ദേഹം വിനയപൂർവ്വം മുമ്പോട്ട് വന്ന് വിശ്വാമിത്രനെയും സദസ്സിലിരുന്ന ധരണീപതികളെയും വന്ദിച്ചതിന് ശേഷം നേരെ ഇരുമ്പ് പെട്ടകത്തിനടുത്ത് ചെന്ന് അതിലിരിക്കുന്ന ബ്രഹ്മാണ്ഡ ശൈവ ശരാസനത്തെ ആകെ ഒന്ന് അവലോകനം ചെയ്തതിന് ശേഷം അതെടുക്കാമോ കുലയ്ക്കാമോ എന്ന ചോദ്യം ദ്യോതിക്കുന്ന ഒരു വീക്ഷണം
രാമചന്ദ്രൻ വിശ്വാമിത്രനിൽ അർപ്പിച്ചു. എടുക്കാം കുലയ്ക്കാം എന്ന് കൗശികൻ നയന സംജയാൽ അറിയിച്ചു. തൽക്ഷണം തന്നെ രഘുപതി തിലകൻ ആ ധനുസിന്റെ നടുവിൽ പിടിച്ച് നിഷ്പ്രയാസം പൊക്കിയെടുത്ത് അതിന്റെ ഒരറ്റം നിലത്തൂന്നി വളച്ചൊടിച്ചു കളഞ്ഞു. വില്ലൊടിഞ്ഞ ശബ്ദപ്രഘോഷം കേട്ട് രാജാക്കന്മാർ ഗർജിത ഗർജനം കേട്ട ഉരകങ്ങളെപ്പോലെ നടുങ്ങി വിറച്ച് ഞെട്ടിപ്പോയി. സഭാവാസികൾ പരമാനന്ദ പാരാവാരത്തിൽ നിമഗ്നരായി. ആകെ അമൃതമഴ പെയ്ത ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ സീതയെ സുഗന്ധജലത്തിൽ കുളിപ്പിച്ച് പട്ടാമ്പരങ്ങളും ആഭരണങ്ങളും അണിയിച്ച് രത്നാഭരണങ്ങളൊക്കെ അണിയിച്ച് സുമംഗലികളായ ആളിമാരുടെയും അനുജത്തിമാരുടെയും അമ്മയുടെയും അകമ്പടിയോടെ അഷ്ടമംഗല്യ സമന്വിതം മണ്ഡപത്തിലേക്ക് ആനയിച്ചു. വാദ്യമേളങ്ങൾ മുഴങ്ങി. പുരോഹിതന്മാർ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു. വധുവിന്റെ പുരോഹിതനായിട്ട് ശതാനന്ദ മുനിയും വരന്റെ പുരോഹിതനായി വിശ്വാമിത്ര മഹർഷിയും ഭദ്രദീപത്തിന്റെ മുമ്പിൽ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്തി. പൊൻവിളക്കുകൾ നിരന്നു. അങ്കനാമണികൾ പൊൻതളികകളിൽ പുഷ്പങ്ങൾ നിറച്ച് വാരി വിതറി പൂമഴ സൃഷ്ടിച്ചു. ആ ശുഭാവസരത്തില് വേദധ്വനികളും മംഗളവാദ്യങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കെ ദാശരഥിയുടെ ഗളതലത്തിൽ മൈഥിലിയും മൈഥിലിയുടെ ഗളതലത്തിൽ ദാശരഥിയും വരണമാലകൾ അർപ്പിച്ചു. പിന്നീട് പല ആഘോഷങ്ങളും അവിടെ നടന്നു. അവ ഓരോന്നും വർണ്ണിക്കുവാൻ 1000 നാവുള്ള അനന്തനു പോലും സാധ്യമല്ല. വിശ്വാമിത്രന്റെ ഉപദേശപ്രകാരം ജനകൻ അന്ന് തന്നെ സന്ദേശവും കൊടുത്ത് മന്ത്രിയെയും പുരോഹിതനെയും അയോധ്യയിലേക്ക് അയച്ചു. സർവ്വ വിവരങ്ങളും സന്ദേശത്തിൽ അടങ്ങിയിരുന്നു. പോരെങ്കിൽ എല്ലാ വിവരങ്ങളും ധരിപ്പിക്കുവാൻ മന്ത്രിയും ആചാര്യനുമാണല്ലോ ചെന്നിരിക്കുന്നത്. സന്ദേശാനുസരണം ദശരഥൻ പുത്ര കളത്രാദികളോടും മന്ത്രിമാരോടും അരുന്ധതി വസിഷ്ഠന്മാരോടും കൂടി ചതുരംഗ സേനാ പരിവാര സമേതം വിദേഹ രാജധാനിയിലേക്ക് ആഘോഷപൂർവ്വം യാത്ര തിരിച്ചു. മിഥിലാപുരിയിലെത്തിയ ജനകനെയും പരിവാരങ്ങളെയും ആതിഥ്യ മര്യാദയനുസരിച്ച് രാജകീയ ബഹുമതികളോടെ ജനകൻ ഏറ്റവും അഭികാമ്യമായ വിധം സ്വീകരിച്ചു. വസിഷ്ഠനും പത്നിക്കും താമസത്തിനു വേണ്ടി ശതാനന്ദന്റെ ആശ്രമവും ഒഴിഞ്ഞുകൊടുത്തു. അടുത്ത ദിവസം എല്ലാവരും ചേർന്ന് വിവാഹം നടത്തേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. വിശ്വാമിത്രനും വസിഷ്ഠനും ശതാനന്ദനും അതിൽ മുഖ്യ പങ്കുവഹിച്ചു. ജനകപുത്രിയായ ഊർമിളയെ ലക്ഷ്മണനെ കൊണ്ടും കുശധ്വജപുത്രിമാരായ മാണ്ഡവിയെ ഭരതനെ കൊണ്ടും ശ്രുതകീർത്തിയെ ശത്രുഘ്നനെ കൊണ്ടും വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അന്നേക്ക് 10-ാം ദിവസം നടത്തത്തക്ക വിധം വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. വിവാഹ സുദിനം സമാഗതമായി. മിഥില നഗരം വർണ്ണപ്പകിട്ടാർന്ന അലങ്കാര വിശേഷങ്ങളാലും കുലവാഴ തോരണങ്ങളാലും ദേവനാഥപുരി മാതിരി അത്യന്തം നയനമോഹന രമണീയമായി വിളങ്ങി. കുമാരിമാർ 4 പേരുടെയും വിവാഹം അത്യാഡംബരപൂർവം സമാഘോഷിക്കപ്പെട്ടു. രാമൻ സീതയെയും ഭരതൻ മാണ്ഡവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും പാണിഗ്രഹണം ചെയ്തു. ജനകരാജധാനിയിൽ വിവാഹ സൽക്കാരങ്ങളും ഘോഷങ്ങളും 1 മാസത്തോളം നീണ്ടുനിന്നു. ദാനങ്ങളും ഏറെ നടത്തപ്പെട്ടു. ജനകൻ അനവധി ഭാരം സ്വർണരത്നാദികളും അമൂല്യങ്ങളായ ആഭരണ വിഭൂഷകളും തങ്കപ്പൊൻപാത്രങ്ങളും 1000 ആനകളും അത്രയും കുതിരകളും ദശരഥന് ദാനം ചെയ്തു. വിവാഹ സമാഘോഷങ്ങൾ അവസാനിച്ചതിന് ശേഷം ദശരഥൻ കളത്ര പുത്രാദികളോടും മറ്റ് സന്നാഹങ്ങളോടും കൂടി ജനകനോട് യാത്രാനുവാദവും വാങ്ങി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ മന്ത്രിമാരും വസിഷ്ഠനും അരുന്ധതിയും ഒക്കെ നേരത്തെ തന്നെ അയോധ്യയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. വിശ്വാമിത്രനും എല്ലാവരോടും യാത്രയും ചൊല്ലി അനുഗ്രഹങ്ങളും നൽകി പുണ്യതീർത്ഥങ്ങൾ ആടുവാൻ യാത്രയായി. ദശരഥനും പരിവാരങ്ങളും ഉല്ലാസപ്രദങ്ങളായ മേളവാദ്യങ്ങളോടുകൂടി അയോധ്യയിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കെ മാർഗമധ്യേ ക്രുദ്ധനായ പരശുരാമൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ആശ്രമത്തിന് സമീപത്തുകൂടി ഇത്ര അഹങ്കാരത്തോടെ പോകുന്ന നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ദശരഥൻ തൊഴുതുകൊണ്ട് അറിയിച്ചു, മഹാപ്രഭു ക്ഷമിക്കണം, മിഥിലയിൽ ജനകപുത്രികളുടെ വിവാഹവും കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ. നെന്തിരുവടിയുടെ ആശ്രമം അടുത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അവിവേകം ക്ഷമിച്ച് മാപ്പ് തരണമെന്ന് അദ്ദേഹം കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ പരശുരാമൻ പറയുകയാണ്, ഇല്ല, സാധ്യമല്ല. പ്രായഭേദമന്യേ എൻ്റെ മുമ്പിൽ കാണുന്ന ക്ഷത്രിയരെ ഞാൻ വധിക്കും. സ്ത്രീകളും പരിവാരങ്ങളും പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുകയാണ്. ജനകപുത്രിയായ സീതയെ വിവാഹം കഴിച്ചത്
ഒരു രാമനാണെന്ന് ഞാൻ കേട്ടു. ആ രാമൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ലോകത്തിൽ 2 രാമന്മാർ പാടില്ല. പരശുരാമനായ ഞാൻ ഒഴിച്ച് വേറൊരു രാമനെയും ഈ ലോകത്തിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. പോരെങ്കിൽ അവൻ ക്ഷത്രിയനുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദശരഥൻ പരശുരാമന്റെ പാദങ്ങളിൽ വീണ് തൊഴുതുകൊണ്ട് കനിവിന് വേണ്ടി വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പരശുരാമൻ ഉഗ്രഭാവത്തില് ശാന്തഗംഭീരനായി നിന്ന് രാമചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. നീയാണോ രാമൻ? അതെ സ്വാമി, ഞാൻ രഘുരാമനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പരശുരാമൻ പറയണം, ഞാൻ ഭാർഗവരാമനുമാണ്. 2 രാമന്മാർ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. പോരെങ്കിൽ നീ എൻ്റെ ജന്മശത്രുവുമാണ്. പരശുരാമൻ രാമനെ വെല്ലുവിളിക്കുകയാണ്. പഴകി ദ്രവിച്ച ആ ശൈവചാപം ഒടിച്ച് നീ അഹങ്കരിക്കുന്നു ഇല്ലേ? നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വൈഷ്ണവ ചാപം കുലച്ച് ഒരമ്പെയ്യൂ, നിന്റെ സാമർഥ്യം കാണട്ടെ. നീ അതിൽ പരാജയപ്പെടുന്ന പക്ഷം ഈ നിമിഷം ഇവിടെയുള്ള നിന്റെ സർവ്വജനങ്ങളെയും നിർദാക്ഷിണ്യം ഞാൻ കൊന്നൊടുക്കും. രാമൻ പറഞ്ഞു, ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചുപോയി. അസ്ത്രവിദ്യയിൽ ഞാൻ സമർത്ഥനല്ല. എങ്കിലും ആ വില്ലിങ്ങ് തരൂ, ഞാൻ പരീക്ഷിച്ചു നോക്കാം. പരശുരാമൻ വില്ല് രാമന്റെ കയ്യിലേക്ക് കൊടുത്തു. ദാശരഥി ആ ചാപം വാങ്ങി അനായാസം കുഴിയെ കുലച്ച് ബാണം തൊടുത്തുകൊണ്ട് ലക്ഷ്യം കാണിച്ചു തരുവാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു. ആ സമയം ലോകമെങ്ങും ഒരു നവ്യപ്രകാശം പരന്നു. അത്ഭുത പരതന്ത്രനായി തീർന്ന ഭൃഗുരാമൻ തന്റെ ദിവ്യ ദൃഷ്ടിയാൽ രഘുരാമൻ ആരാണെന്ന് കണ്ട് തൊഴുതുകൊണ്ടുര ചെയ്തു. പ്രഭു, അങ്ങന്റെ കാരണഭൂതനായ ശ്രീ വൈകുണ്ഠപതി ശ്രീനാരായണന്റെ തിരുവവതാരമാണെന്ന് ഞാൻ അറിയുന്നു. തൊടുത്ത അമ്പ് അങ്ങ് എയ്തുകൊള്ളുക. അതിന് ലക്ഷ്യമില്ലെങ്കിൽ ഈ ലോകത്തെ പോലും അത് നശിപ്പിച്ചെന്ന് വരും. അത് പാടില്ല. എൻ്റെ അവിവേകത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം. ലക്ഷ്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതേവരെ സംഭരിച്ച തപശക്തിയെ മുഴുവനും ലക്ഷ്യമാക്കി അങ്ങ് ശരം അയച്ചുകൊള്ളൂ. എൻ്റെ തപോബലം മുഴുവനും നശിച്ചു പോയിക്കൊള്ളട്ടെ. എനിക്കിനി അത് ആവശ്യമില്ല. അഹങ്കാരത്താൽ മലീമസമായി തീർന്ന തപശക്തി എനിക്കിനി വേണ്ട. ഭാർഗവന്റെ നിർദ്ദേശമനുസരിച്ച് രഘുപതി അസ്ത്രം ലക്ഷ്യം പിഴയ്ക്കാതെ വിട്ടു. പരശുരാമൻ അതേവരെ സമാർജിച്ച സർവ തപശക്തിയും അതോടുകൂടി നശിച്ചുപോയി. പരശുരാമനിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ശക്തി രഘുരാമനിൽ വിലയം പ്രാപിച്ചു. രാമഭദ്രന്റെ അവതാര മഹൽ കർമ്മങ്ങൾ നിർവിഘ്നം നിർവഹിക്കാനുള്ള ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഭൃഗുരാമൻ വീണ്ടും തപസ്സിനായി പുറപ്പെട്ടു. വഴിക്ക് വെച്ചുണ്ടായ ആപത്തിൽ നിന്നും തന്റെ ഓമൽ പുത്രന്റെ ധീരോദാത്തമായ സാമർഥ്യത്താൽ രക്ഷപ്പെട്ടതോർത്ത് സന്തോഷിച്ച് ദശരഥൻ കളത്രപുത്ര മിത്രാദികളും പരിവാരങ്ങളും ഒരുമിച്ച് സസുഖം അയോധ്യയിൽ എത്തിച്ചേർന്നു. പിന്നീട് നവദമ്പതികൾ 12 സംവത്സരക്കാലം യാതൊരു അല്ലലും കൂടാതെ പരമാനന്ദ സമന്വിതം ജീവിതം നയിച്ചു. അതിനിടയിൽ അവരുടെ മധുവിധവും കഴിഞ്ഞു. മക്കളുടെ ആനന്ദകരമായ ജീവിതം കണ്ട് സന്തോഷിച്ച് ദശരഥൻ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ച് വാഴാൻ തുടങ്ങി. അക്കാലത്തിനിടയിൽ ഒരു ദിവസം കൈകേയിയുടെ മൂത്ത സഹോദരനായ യുധാജിത്ത് അയോധ്യയിൽ ആഗമിച്ച് ഭാഗിനേയനായ ഭരതനെ തന്റെ രാജ്യത്തേക്ക് ഒന്ന് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്യാലിന്റെ വാത്സല്യം നിറഞ്ഞ ക്ഷണം നിരസിക്കാൻ ദശരഥന് കഴിഞ്ഞില്ല. അങ്ങനെ ഭരതനും ശത്രുഘ്നനും അവരവരുടെ പത്നിമാരും ഒരുമിച്ച് കേകയത്തിലേക്ക് പോയി. തനിക്ക് വാർദ്ധക്യമായി, ഇനി രാജ്യഭരണം മൂത്തപുത്രനായ രാമനിൽ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായി ഈശ്വര ഭജനം ചെയ്ത് ശിഷ്ടജീവിതം നയിക്കണം. ഇങ്ങനെ ഒരു ചിന്ത ദശരഥന്റെ മനസ്സിൽ പൊട്ടിമുളച്ചു. അദ്ദേഹം അത് മന്ത്രിമാരോടും വസിഷ്ഠനോടും ഒക്കെ പറയുകയാണ്, എൻ്റെ ആഗ്രഹം എത്രയും വേഗം രാമഭദ്രന് രാജാവായി പട്ടാഭിഷേകം ചെയ്യണമെന്നുള്ളതാണെന്ന്. അപ്പോൾ സുമന്ത്രർ ചോദിക്കുകയാണ്, ഭരത ശത്രുഘ്നന്മാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവരുടെ അഭാവത്തിൽ പട്ടാഭിഷേക കർമ്മം നടത്തുന്നത് ഉചിതമായിരിക്കുമോ എന്ന്. അപ്പോൾ ദശരഥൻ പറയാണ്, ഈ ചൈത്രമാസം ഇനി 2 ദിവസമേ ഉള്ളൂ. ഈ മാസത്തിൽ തന്നെ ദൈവികമായ ചടങ്ങ് നിർവഹിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. രാജാക്കന്മാരെയും സാമന്തന്മാരെയും നാടുവാഴികളെയും എല്ലാവരെയും ഒക്കെ ക്ഷണിച്ച് പിന്നീട് നമുക്ക് ആർഭാടപൂർവ്വം നടത്താം. അപ്പോൾ ഭരത ശത്രുഘ്നന്മാരുടെ സാന്നിധ്യം അപ്പോൾ മതിയല്ലോ, ഇപ്പോൾ ഈ ചടങ്ങ് അങ്ങ് നടത്താമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാര്യം അറിഞ്ഞപ്പോൾ കൗസല്യേക്കാൾ കൂടുതൽ സന്തോഷം കൈകേയിക്കായിരുന്നു. പട്ടാഭിഷേകം നിശ്ചയിച്ച വിവരം ദശരഥൻ ശ്രീരാമനെയും അറിയിച്ചു. വിധിപ്രകാരം രാമനും സീതയും ദീക്ഷയാചരിച്ച് ഉപവാസം അനുഷ്ഠിക്കണമെന്ന് വസിഷ്ഠമുനി ഉപദേശിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി നാരദ മഹാമുനി രാമസന്നിധിയിൽ. നാരദൻ പറഞ്ഞു,
പിതാവായ ബ്രഹ്മദേവന്റെ കൽപ്പനയനുസരിച്ചാണ് അടിയൻ ഇപ്പോൾ ഇവിടെ ആഗതനായത്. ദശരഥ മന്നവൻ അങ്ങയെ രാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം വിധാതാവ് അറിഞ്ഞു. നിന്തിരുവടി അത് സമ്മതിക്കുന്ന പക്ഷം രാവണാദി രക്ഷോവരന്മാരുടെ നിഗ്രഹം അസാധ്യമായി ഭവിക്കുകയും ദേവകാര്യത്തിന് വിഘ്നം നേരിടുകയും ചെയ്യും. അതിവിടെ തിരുവുള്ളത്തിൽ അറിയിക്കുന്നതിനു വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. രാമൻ പറഞ്ഞു, എൻ്റെ അവതാരോദ്ദേശ്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് നിർവഹിക്കുവാൻ വേണ്ടി ജനകാത്മജയും ഒരുമിച്ച് നാളെ ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്. അതിന് വ്യത്യാസമൊന്നും വരികയില്ല. രാമനെ നമസ്കരിച്ചു വണങ്ങി നാരദർ നഭസിൽ മറഞ്ഞു. നാൻമുഖനന്ദനൻ വന്നതും പോയതും ആ കൊട്ടാരത്തിൽ ആരും അറിഞ്ഞില്ല. സന്തോഷത്തോടെ പട്ടാഭിഷേകത്തിനായി തയ്യാറെടുക്കുന്ന കൈകേയിയുടെ അരികിലേക്ക് മന്ധര എന്ന അവളുടെ പ്രധാന ദാസി കടന്നു വരികയാണ്. കൈകേയിയുടെ വിവാഹാനന്തരം കേകയ നൃപൻ പുത്രിക്ക് സഹായമായി കൂടെ അയച്ച ഒരു വിശ്വസ്ത ദാസിയായിരുന്നു മന്ധര. മാതാവിനെ പോലെ മന്ധര കൈകേയിയെ സ്നേഹിച്ചു വന്നിരുന്നു. കൈകേയിക്ക് അവളോട് മാതൃനിർവിശേഷമായ സ്നേഹമായിരുന്നു. മന്ധര ദുരുപദേശം നൽകി കൈകേയിയുടെ മനസ്സ് മാറ്റുകയാണ്. രാമൻ രാജാവായാൽ ഭരതൻ രാമന്റെ ദാസനായി തീരേണ്ടി വരുമെന്നും അതുകൊണ്ട് ഭരതനെ രാജാവാക്കുകയും രാമനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നും മന്ധര കൈകേയിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.